ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായപലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. നല്ലപോലെ മൊരിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇതുപോലെ ഇങ്ങനെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പോളം സോയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിനി സോയയാണ്, ചെറിയ വലിപ്പത്തിലുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് സെറ്റാവാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരണം. ഇതിൽ വെള്ളമെല്ലാം ശരിക്കും സ്ക്വീസ് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഒന്ന് ചതച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളത്തിലേക്ക് 2-3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതിട്ട് കൊടുക്കുകയാണ്. ഇത് സാധാരണ വെള്ളമാണ് കേട്ടോ, തണുത്ത വെള്ളമാണ്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്ത് എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പശയെല്ലാം മാറാനായിട്ട് അതിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക. കഴുകി പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന സോയയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2.5 സ്പൂണോളം അരിപ്പൊടി, നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂണോളം മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ വെച്ചിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ഉരുട്ടിയെടുക്കണം. എല്ലായിടത്തും ഉരുളക്കിഴങ്ങിൻ്റെ അംശവും സോയയുടെ അംശവും എല്ലായിടത്തും ഒരുപോലെ ആയി വരാൻ പാകത്തിന് ശരിക്കും ഒന്ന് നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ച് ബോൾസാക്കി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കുഞ്ഞു ബോൾസാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല ഷേപ്പിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ബോളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ചായി കഴിയുമ്പം നേരത്തെ തന്നെ കുറച്ച് എണ്ണ ചൂടാവാനായിട്ട് നമുക്ക് ഒരു പാനിൽ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാനിലേക്ക് ഇത് ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. സോയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു ബൗളിൽ ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. സോയ ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോകാതെ തന്നെ നോക്കി പെട്ടെന്ന് തന്നെ വറുത്ത് കോരിയെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരിയെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. സോയ ആയതുകൊണ്ട് 2-3 മിനിറ്റിനുള്ളിൽ നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉൾഭാഗം കൂടെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടിൽ വെച്ചിട്ട് വറുക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കോരി മാറ്റണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ റെസിപ്പി. സോയ എല്ലാം ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആ ഉരുളക്കിഴങ്ങും കുരുമുളക് പൊടിയും സോയയും എല്ലാം ചേരുമ്പം ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. ഫസ്റ്റ് റൗണ്ട് ഇവിടെ കോരിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.